അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ നവമാധ്യമങ്ങളിൽ ധാരാളമായി വാർത്ത കാണുന്നതാണ് കൊലപാതകങ്ങളെ സംബന്ധിച്ച്. കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 4-5 വാർത്തകളുള്ള പത്രമാധ്യമങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്ന വാർത്തയുടെ പിന്നിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു പ്രതിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന നിലക്ക് പല കാര്യങ്ങളും രാജ്യങ്ങളും അതേപോലെ നാടുകളിലും വീടുകളിലും ഒക്കെ അന്വേഷിക്കുകയും ആ കാര്യം നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മദ്യപാനത്തിന് ഉള്ള പരിഹാരം? എന്തിൽ നിന്നാണ് മദ്യപാനം വന്നു ചേരുന്നത് എന്നത് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഏതു തിന്മയാണെങ്കിലും ആ തിന്മ വന്നു ചേരുന്നത് യഥാർത്ഥത്തിൽ ഒരു ടെൻഷനിൽ നിന്നാണ്, ഒരു ഡിപ്രഷനിൽ നിന്നോ ഒരു ആങ്സൈറ്റിയിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യണത്. ഈ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, മനസ്സ് പ്രയാസപ്പെടുമ്പോൾ, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരാൾ മദ്യം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പുകവലിക്കുമ്പോൾ, ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ, അയാളോടൊന്ന് സൗഹൃദപരമായി വളരെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ എന്തിനാണിത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അയാൾക്കുള്ള ഉത്തരം, എനിക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കുറേയധികം ആലോചനകളുണ്ട്, ചിന്തകളുണ്ട്, അതൊന്നും ശരിയാവാത്തത് കൊണ്ട് മനസ്സിന് കുറച്ച് സമയത്തെ ഒരു റിലാക്സേഷന് വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ആൾ റിലാക്സ്ഡ് ആവുന്നുണ്ടോ? ഇല്ല. ആ സമയം ബോധം നഷ്ടപ്പെടുകയാണ്. ബോധപൂർവമല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണെന്നല്ലാതെ മറിച്ച് ആ ഒരു കാര്യം കൊണ്ട് കാലാകാലം ടെൻഷൻ പോകാനുള്ള ഒരു മരുന്നായി ലഹരിയെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് മരണം വരെ പല സമയങ്ങളിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ടെൻഷൻ പോവുകയും അത് വീണ്ടും ആ ലഹരി ഒഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരികയും ചെയ്യുക എന്നതാണ് സാധാരണയുണ്ടാകുന്നത്. ഇവിടെ ഇസ്ലാം കൃത്യമായ പരിഹാരം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഭൗതികമായ ഈ ലോകത്ത് ലഹരി ചില ആളുകൾക്കെങ്കിലും അവരുടെ കാഴ്ചപ്പാടിൽ അതൊരു സന്തോഷമായി മാറുന്നുണ്ട്. ഒരു സന്തോഷത്തെ മറികടക്കണമെങ്കിൽ വേറെ ഒരു സന്തോഷമുണ്ടാകണം. അപ്പോഴേ ആ ഒരു സന്തോഷത്തിൽ നിന്നും മാറി അതിനേക്കാൾ വലിയൊരു സന്തോഷത്തിലേക്ക് മാറുകയുള്ളൂ. അങ്ങനെ ഒരു മാറ്റം ഒരാൾക്കുണ്ടാവണമെങ്കിൽ അയാൾ ഇസ്ലാം പറയുന്ന പരിഹാരം കൃത്യമായ പരലോക ബോധം വേണമെന്നുള്ളതാണ്. സ്വർഗത്തിനെക്കുറിച്ചുള്ള വർണ്ണനകളും നരകത്തെക്കുറിച്ചുള്ള ഭീകര ശിക്ഷയുമൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരാൾ അത് ലഭിക്കാനുള്ള താല്പര്യത്തെ കൂട്ടുകയും അങ്ങനെ സംഭവിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സൗഭാഗ്യം നാളെ പരലോകത്ത് ലഭിക്കണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ ഞാൻ ഇത് ഒഴിവാക്കിയേ തീരൂ എന്നതിലേക്ക് പോവുകയും അപ്പോൾ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും. കുടുംബത്തിന് സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഒരാൾ മദ്യപാനം നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? കുടുംബത്തിൽ നിന്ന് വീണ്ടും സമാധാനമില്ലെങ്കിൽ അയാൾ വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അത് യഥാർത്ഥത്തിലൊരു പരിഹാരമാണോ? അല്ലല്ലോ. ഒരിക്കലും ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ടി വന്നു. മദ്യപാനിയായി വന്ന് ഉപദ്രവിക്കുന്ന, വീട്ടിൽ വന്ന് വളരെയധികം ബഹളം വെക്കുന്ന, മക്കൾക്കോ ഭാര്യക്കോ സുഖമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഭർത്താവ് ഇങ്ങനെയാണ്, മദ്യപാനിയാണ്, കുടിക്കും, അയാൾ ജോലിക്ക് പോവില്ല, അയാൾക്ക് വരുമാനമില്ല, അയാൾ ഞാൻ അധ്വാനിക്കുന്നതിൽ നിന്ന് ഈ മദ്യത്തിന് വേണ്ടി പണം മേടിച്ചു കൊണ്ടുപോകും, എത്ര വലിയ ക്രൂരനാണ്, ഇങ്ങനെയൊക്കെ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സൽസ്വഭാവത്തിൻ്റെ മാർഗമാണല്ലോ.
ഞാൻ അവരിങ്ങനെ സംസാരിച്ച് കുറേയധികം 1 മണിക്കൂർ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആണും അയാൾ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുമായി മാറിയിട്ടുണ്ടെന്ന്. ആ സ്ത്രീ ആ സമയത്ത് തന്നെ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ ഭർത്താവ് സ്ഥിരം പറയുന്ന ഡയലോഗാണല്ലോ, നീയാണ് ഇവിടുത്തെ ആണ്, ഞാനിവിടുത്തെ പെണ്ണാണ് എന്ന് അഭിപ്രായം ഭർത്താവ് പറയാറുണ്ട്. ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് തിന്മയെ തടുക്കുകയാണെങ്കിലും ഇത്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ, ഒരു നന്മ മുന്നിൽ വെച്ച് തിന്മയെ തടുക്കുന്നതും തിന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വലിയ വ്യത്യാസമുണ്ട്. ഞാനിവരോട് പറഞ്ഞത് അവരെ ഭർത്താവായി അംഗീകരിക്കുക. അവർക്കാകെ ഒരു കുഴപ്പമേ ഉള്ളൂ, മദ്യം കഴിക്കുന്നു എന്നുള്ളത്. അതയാൾ ഒരു ശീലത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നു. അയാൾ ഒരു രോഗിയാണ്. വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? എങ്ങനെയാണ് ഒരു രോഗിയെ പരിഗണിക്കുക? അതേപോലെ അയാളെ ഒന്ന് പരിഗണിച്ച് അയാളെ ഒപ്പം നിർത്താൻ പറ്റുന്ന രൂപത്തിൽ ഒരു പെണ്ണായി മാറുകയും ഒരു ഭാര്യയായി മാറുകയും ഒരു ഭർത്താവായി പരിഗണിക്കുകയും ചെയ്താൽ കുറേയധികം മാറ്റമുണ്ടാകും. അയാളൊരാണായിട്ട് അയാൾക്കൊരു പൊസിഷൻ, ഒരു സ്ഥാനം അവിടെ കൊടുക്കണം എന്ന് പറയുകയും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എന്താ റിസൾട്ട്? അവിടെ അയാൾ ബോധപൂർവം നിൽക്കുമ്പോഴൊക്കെ വലിയ പരിഗണന ഈ സ്ത്രീ ആ ഒരു ഭർത്താവിന് നൽകുകയും ഭർത്താവ് ആ പരിഗണനയെ അംഗീകരിക്കുകയും വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതിലേക്കും പിന്നീട് അത് പതുക്കെ ഒഴിവാക്കുന്നതിലേക്കും വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ഒരു ടെൻഷൻ, ഒരു സ്ട്രെസ്സ് പോവുകയാണ്. വീട്ടിൽ വന്നാൽ എനിക്ക് വിലയില്ല, കുട്ടികൾ കാണുന്നത് ഒരു കള്ളുകൂടിയൻ അല്ലെങ്കിൽ ഒരു മദ്യപാനി വരുന്നു എന്നുള്ള രൂപത്തിലാണ് കുട്ടികൾ കാണുന്നത്, അവരുടെ അച്ഛൻ കാണുന്നത്, അമ്മ കാണുന്നത്, ഭാര്യ കാണുന്നത്. ബന്ധുവീട്ടിൽ പോയാലും ഇയാൾക്ക് വിലയില്ല. ഈ നിലയും വിലയും നഷ്ടപ്പെടും ഇങ്ങനെ ചെയ്താൽ എന്നത് അത് ഉപയോഗിക്കാത്തവരെക്കാൾ അധികം മദ്യപാനികൾക്കറിയാം. അപ്പോൾ അവരത് ഉപയോഗിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരെ കാണുമ്പോഴും അവർക്ക് തന്നെ സ്വയം മതിപ്പില്ലാത്തൊരവസ്ഥയുണ്ടാകും. അവർ ബന്ധങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇവിടെ ഒരു ചീത്തതിനെ നല്ലതുകൊണ്ട് തടുക്കുക എന്നുള്ള ഒരു മാർഗം സ്വീകരിക്കാം. അതേപോലെ നല്ലൊരു പരലോക ബോധമുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒഴിവാക്കിയാൽ അവിടെ ലഭിക്കും എന്ന ഒരു പരലോക ബോധത്തിനെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മദ്യമെന്നതിൻ്റെ ദുരന്തം ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സ്കൂൾ കഴിഞ്ഞ് കോളേജ് പ്രായത്തിലെത്തിയ ഒരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ അവനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ അവനോട് നിങ്ങൾ ഇതുവരെ എങ്ങനെ നിന്നു എന്ന ചോദ്യത്തിന് അവർക്കുള്ള മറുപടി വളരെ ക്രൂരമായിട്ടാണ് അവരെന്ത് ചെയ്തത്, ആ മോനെ കൈകാര്യം ചെയ്തത്. അതിൽ നിന്ന് മാറി അവൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് അവനിങ്ങനെയാവാൻ കാരണമെന്തെന്ന് കണ്ടെത്തി അവനോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ പറഞ്ഞു. പെരുമാറി അവർ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ 5 വക്ത് പള്ളിയിൽ പോകാനും നമസ്കരിക്കാനും ഒക്കെ തുടങ്ങി. ഈ ചുറ്റുമുള്ള ബൈസ്റ്റാൻഡേഴ്സ് അവരുടെ ഒരു റോള് മദ്യപാനം നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ്. അതിൻ്റെ എല്ലാ തിന്മയുടെ മാതാവ് അതാണ്. ഏത് തിന്മയും പുനർജനിക്കുന്നത് ഈ മദ്യപാനത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിവും ആ തിന്മകളെ മുഴുവൻ ഇല്ലാതാക്കാൻ, അടിവേരറുക്കാൻ മദ്യപാനം ഒഴിവാക്കിയാൽ മതി എന്നൊരു തത്വവും മുന്നോട്ട് വെച്ച് അതിൻ്റെ ഒരു പ്രായോഗികമായ തലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ മദീനത്ത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് മാറിയ സമൂഹം വളരെ ഉന്നതമായ ഉദാത്തമായ സമൂഹമായി മാറി. അങ്ങനെ മുന്നോട്ട് പോയ ആ സമൂഹത്തെ
അവർ യഥാർത്ഥത്തിൽ ജാഹിലിയത്തിൽ 3 നേരവും മദ്യം കഴിക്കുന്ന ഒരവസ്ഥ നിലനിന്നിരുന്നതിൽ നിന്ന് ഇങ്ങനെ മാറാനുള്ളായ കാരണം ഖുർആനിൻ്റെ അധ്യാപനങ്ങളും പ്രവാചകൻ്റെ വാക്കുകളുമായിരുന്നു. ആ വാക്കുകളെ സ്വീകരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റം ഇസ്ലാമിലുണ്ട്. മദ്യം കഴിക്കുന്നവനെ അതിൽ നിന്ന് മാറ്റാനുള്ള പരിഹാരം എന്നിടത്തേക്ക് നമ്മൾ എത്തുമ്പോൾ വലിയ മാറ്റമാണ് സമൂഹത്തിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കുക. ഇവരെ ഒരിക്കലും മാറ്റി നിർത്തി അവഗണിക്കാതെ അടുത്തു നിർത്തി പരിഗണിച്ച് നന്നാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മദ്യപാനത്തെ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. ഇതിൻ്റെ ദുരന്തങ്ങളെ ആലോചിക്കണം. ഇനി ഇതിൽ നിന്ന് മാറാൻ ഒരാൾ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ അയാൾ എന്താണ് ചിന്തിക്കേണ്ടത്? എന്താണ് ഇങ്ങനെ മദ്യപാനത്തിൽ നിന്ന് മാറാൻ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത്? 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ദോഷം എന്തൊക്കെയാണ്? രണ്ടാമത്തത്, ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്തൊക്കെയാണ്? ഞാൻ ഇങ്ങനെ പോയാൽ എവിടെ എത്തും? അതിൻ്റെ പരിണിതി എന്തായിരിക്കും? ഞാനിതിൽ നിന്ന് മാറിയാൽ എനിക്കെന്തൊക്കെ മെച്ചം കിട്ടും? ഈ 4 ചോദ്യങ്ങൾ ഒരാളോട് സ്വയം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി അയാളോട് മറ്റൊരാൾ ചോദിക്കുമ്പോൾ, ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അയാൾക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാകും. ഏത് തിന്മയിൽ നിന്നും ഒരാൾ മാറണമെങ്കിൽ അയാൾക്ക് തിരിച്ചറിവുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. തിരിച്ചറിവാണ് ഏതു മാറ്റത്തിൻ്റെയും കാതൽ. ആ തിരിച്ചറിവിലേക്ക് വളരെ സാവധാനം പക്വമായി അയാളെ ആദരിച്ചു ബഹുമാനിച്ച് അതിലേക്ക് എത്തിക്കുന്ന ഒരു രൂപം കാണുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മദ്യത്തിൻ്റെ ദുരന്തങ്ങൾ അത് ജീവിതത്തിൽ വരാതിരിക്കാൻ ആദ്യം തന്നെ അതിലേക്ക് ചെന്നുപെടാതിരിക്കുക എന്നുള്ള വലിയൊരു പരിഹാരത്തെ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളായി മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.